ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമുക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കി തുടങ്ങാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 4 ചെറിയ ഉള്ളി, കുറച്ച് കാഷ്യൂസ്, കുറച്ച് മുന്തിരി ഇവിടെ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. അതേ നെയ്യിൽ തന്നെ കുറച്ച് സേമിയ ഒരു കൈ കണക്ക് വെച്ചിട്ടാണ് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് സേമിയ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചുള്ള സേമിയാണ്. പിന്നെ കുറച്ച് റവ ആഡ് ചെയ്തിട്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നെയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു പച്ച ചുവയില്ല അത് മാറുന്ന വരെ കുറച്ച് നേരം രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കത് റോസ്റ്റ് ചെയ്യാം. ഇതുപോലെ റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതിനകത്തോട്ട് പാലും അതിൽ തിളപ്പിച്ച വെള്ളമാണ് ചേർക്കേണ്ടത്. ഏകദേശം ഒരു ചെറിയ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പാലും അതേപോലെ തന്നെ ചെറിയ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ആണ് ചേർക്കുന്നത്. നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഉപ്പും പഞ്ചസാരയും ചേർക്കണം. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പും മധുരവും ഈക്വൽ ടേസ്റ്റാണ് വേണ്ടത്. പഞ്ചസാരയും അതിനനുസരിച്ച് ചേർക്കുക. ഏകദേശം 2-2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ ഇതേപോലെ കുറുകി വരും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓഫാക്കാറായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സിം ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി, കാഷ്യൂസ്, മുന്തിരി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവർക്കും നന്ദി. നമസ്കാരം.